അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കോക്കോസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫുള്ള് കാണണം കേട്ടോ. അപ്പം ഇന്നത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കുറേ ദിവസമായി ഞാൻ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കേട്ടോ. ഈ നോമ്പൊക്കെ ആയതുകൊണ്ട് സമയം കിട്ടുന്നില്ല. നൈറ്റാണ് ഡ്യൂട്ടി കൂടുതലാണ്. അപ്പോൾ നൈറ്റാണ് ഏറ്റവും കൂടുതൽ ഡ്യൂട്ടി. അപ്പോൾ നൈറ്റത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അതിൻ്റെ ക്ഷീണം കൊണ്ട് പകലുറങ്ങും, കുറച്ച് നേരം റെസ്റ്റ് എടുക്കും, പിന്നെ ഡ്യൂട്ടിക്ക് പോവും വരും, നോമ്പ് കുറിക്കും, പിന്നെയും പോവും വരും. അങ്ങനെയാണ് മൊത്തത്തിലിപ്പം. അപ്പം ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം ഇന്ന് ഞാൻ നോമ്പ് കുറിക്കാനേ ഞങ്ങളുടെ വാപ്പാടെ റൂമിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമൂസയൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. അത് ഇന്നലെ നൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി പൊരിച്ചിട്ടാണ് ഞാൻ വാപ്പയുടെ റൂമിലോട്ട് പോകുന്നുണ്ട്. വാപ്പ വന്നിട്ട് ഇപ്പോൾ കുറേ ദിവസം ഇതുവരെ റൂമിലോട്ട് പോയിട്ടില്ല. പിന്നെ നോമ്പിനും അങ്ങനെ പോയിട്ടില്ല കേട്ടോ. വാപ്പയുടെ റൂമിൽ നോമ്പ് മുറിപ്പുണ്ട്, റമദാൻ മാസം മൊത്തം നോമ്പ് മുറിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഇതുവരെ അങ്ങോട്ട് പോയില്ല. അപ്പോൾ ഇന്ന് ഫ്രൈഡേ, നമുക്കിങ്ങനെ ഫ്രൈഡേ കിട്ടുമ്പോൾ മാത്രമല്ലേ പുറത്തോട്ട് പോകാൻ പറ്റൂ. പിന്നെ ഇപ്പോൾ ഫ്രൈഡേ നൈറ്റും ഡ്യൂട്ടി ഉണ്ട്. കാരണം നോമ്പായതുകൊണ്ട് അവർ നൈറ്റ് ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേനും അവിടെ അഴുക്കാവും കിച്ചണൊക്കെ. അന്നേരം പിന്നെ നൈറ്റ് ഡ്യൂട്ടിയാണിപ്പോൾ. പക്ഷെ ഇന്നലെ ഞാനൊന്നുമില്ലോ ഇന്ന് പോകാമെന്നും പറഞ്ഞിട്ട് എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് മാമ അടുത്ത് പറയാം ഇന്നത്തെ സമയം എന്നും പറഞ്ഞുകൊണ്ട് ഇന്നലെ പോയി കേട്ടോ. നൈറ്റ് ഡ്യൂട്ടിക്ക് പോയപ്പം ഇന്ന് ചെയ്യേണ്ട ഡ്യൂട്ടി ചെന്നുടനെ മാമ പറഞ്ഞ് ഫ്രൈഡേ ചെയ്യേണ്ട ഡ്യൂട്ടി ഷജറ ഇന്നങ്ങ് ചെയ്തേക്കെന്നും പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് പറഞ്ഞ് കിച്ചൺ ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അന്നേരം എൻ്റെ മനസ്സിൽ ഇവരെനിക്ക് ഫ്രൈഡേ എന്തോ പണി തരാനുണ്ടെന്ന് പറഞ്ഞു. ഫ്രൈഡേ ഓൾറെഡി ഞാൻ വാപ്പാടത്ത് പോകണമെന്ന് ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചിരിക്കുകയാണല്ലോ, പോക്ക് നടക്കത്തില്ലേ എന്നുള്ളൊരു ചിന്തയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു മാമ എനിക്ക് നാളെ ബാബാടെ റൂമിൽ നോമ്പ് കുറിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ മാമ പറഞ്ഞു പക്ഷെ 2:30 തൊട്ട് 5:30 വരെയാണ് ഇവിടുത്തെ ഡ്യൂട്ടി എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നമ്മൾ ഓക്കെ പറഞ്ഞ് ഞാനങ്ങ് പോയി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്നേരമാണെങ്കിൽ അവർ വന്ന് കിച്ചണിൽ വന്നിട്ട് പറഞ്ഞു ഷജറ ലാസ്റ്റ് ടൈം എപ്പോഴാണ് ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം എടുത്ത് ക്ലീൻ ചെയ്തതെന്ന് വെച്ച്. അപ്പം കലണ്ടർ നോക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് അവിടെ ഒരു കലണ്ടർ ഉണ്ട് കേട്ടോ. കലണ്ടർ ഉണ്ടെന്ന് വെച്ചാൽ എനിക്കൊരു ടൈം ടേബിൾ ഉണ്ട്, ഒരു ഷീറ്റുണ്ട്. ആ ഷീറ്റിനകത്ത് ഞാൻ എഴുതി വെക്കും ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നതും ഇന്നത് എടുത്ത് ക്ലീൻ ചെയ്യുന്നതും എല്ലാം ഇങ്ങനെ എഴുതി വെക്കും. അപ്പോൾ ഞാനാണെങ്കിൽ എഴുതി വെക്കാനും മറന്നുപോയി അതിനകത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു പക്ഷെ അവർ കണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ റമദാന് മുമ്പ് ക്ലീൻ ചെയ്തായിരുന്നു. അപ്പോൾ മാമൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു, ഇന്ന് അതങ്ങ് ക്ലീൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്നിങ്ങനെ പറഞ്ഞിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മാമ എന്നോട് പറഞ്ഞു ഷജറ നാളെ നീ 3 മണിക്ക് വന്നിട്ട് 4 മണിക്ക് പൊക്കോ, എന്നിട്ട് നീ 9 മണിക്ക് വന്നിട്ട് 11 മണി വരെ അടുത്ത ഡ്യൂട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആശ്വാസമായി. അവർ നമ്മളങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അവരൊന്ന് പോയി ചിന്തിച്ചില്ലേ, അവൾക്ക് നോമ്പ് കുറിക്കാൻ പോകാനല്ലേ പറഞ്ഞതെന്ന്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ മാമ. അവർ പറയുന്നത് നമ്മൾ ഓക്കെ പറഞ്ഞാൽ മതി, വേറെ ഒന്നുമില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു പോയി കിച്ചൺ ഡീപ്പ് ക്ലീൻ ചെയ്തോളൂ, നാളെ 2:30 തൊട്ട് 5:30 മണി വരെയാണ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ മാം, അല്ല എനിക്ക് നാളെ പോകണം, ഞാൻ പറഞ്ഞു പോയി എടുത്തു പോയി, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, അങ്ങനെയൊന്നും നമ്മൾ പറയത്തില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു ഷജറ നീ നാളെ 3 മണി തൊട്ട് 4 മണി വരെ ഡ്യൂട്ടിക്ക് വന്നാൽ മതി, പിന്നെ 9 മണി തൊട്ട് 11 മണി വരെ. അങ്ങനെയാണ് എനിക്ക് ഫ്രൈഡേ 3 മണിക്കൂറേ ഉള്ളൂ. അത് മാമയ്ക്ക് ഇഷ്ടമുള്ള സമയത്താണ് 3 മണിക്കൂർ എനിക്ക് തരുന്നത്. അങ്ങനെ എന്തായാലും പറഞ്ഞു. ഇപ്പം ഞാൻ ഡ്യൂട്ടി പോയിട്ട് വന്നു. ഇപ്പോൾ 4 മണി കഴിഞ്ഞു, ഇവിടെ 4:30 ആവാൻ പോകണം. അപ്പോൾ ഇന്ന് എന്നെ വിളിക്കാൻ ആങ്ങളെ വരും കേട്ടോ, എന്നെ ഇക്കാര്യം വിളിക്കാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു സമൂസയും ഉണ്ടാക്കി വെക്കാം. അപ്പം ഈ വീട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ എന്നെ വിളിച്ചു, അവനൊരു 4:30 ആകുമ്പോൾ എത്തും എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു 5 മണിയാകുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സമൂസ പൊരിക്കട്ടെ കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഓക്കെ, എണ്ണ ചൂടായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സമൂസ തണ്ടേ ഒരുവിധം കുറച്ച് തണ്ടേ അടുപ്പത്ത് ഇരിക്കുന്നു, ഇവിടെ പൊരിക്കാനിരിക്കുന്നു. അപ്പോൾ കുറച്ച് സമൂസ നമ്മളങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് മൊത്തം ഫ്രൈ ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ 2 പാത്രത്തിലാക്കി ഞാൻ സമൂസയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ കേട്ടോ. കോക്കോയ്ക്ക് ഒരെണ്ണം എടുത്ത് കൊടുക്കണം. ഇനി ഞങ്ങളൊന്ന് ഫ്രഷായി റെഡി ആയിട്ട് ഇനി എടുക്കാം.
നമ്മൾ റെഡിയായി, വണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ ആയിട്ട് നമ്മൾ പോവാണ്. ഇക്ക വരും കേട്ടോ, ഇപ്പോൾ ബാക്കിലുണ്ട് ഇക്ക ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ. ഇപ്പൊ വരുവാടാ, ഇപ്പൊ വരുമെന്ന്. അങ്ങനെ ഞാനും ഇക്കായും കൂടെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ അറബി വീട്ടിലേക്ക് ടാറ്റ പറഞ്ഞിട്ടാണ് നമ്മൾ വണ്ടിയിൽ കയറി പോവുകയാണ് കേട്ടോ. അങ്ങനെ കുറേ ദിവസമായി ഞാൻ പകലൊന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ നമുക്ക് കിട്ടുന്ന ദിവസം ഞാൻ ഒട്ടും ഒഴിവാക്കില്ല. കിട്ടുന്ന ദിവസം എനിക്ക് എങ്ങോട്ടെങ്കിലും പോകണമെന്ന് ഞാൻ പറയും, നടക്കാനെങ്കിലും പോകാമെന്ന് പറയും കേട്ടോ. ഇത് വാപ്പാടെ റൂമിൻ്റെ അടുത്ത് പോകുന്ന റൗണ്ട് അബൌട്ടാണ്. അവിടെ അത്യാവശ്യം പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നേരെ ഞങ്ങൾ വാപ്പാടെ റൂമിലോട്ട് ഇടുകയാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വഴിക്ക് അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അവനോട്. എന്നതാണ്ടേ നമ്മൾ വാപ്പാടെ റൂമെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 18 വർഷം ഞങ്ങളുടെ വാപ്പ ജീവിച്ച റൂം. എനിക്കിവിടെ വരാൻ പറ്റി, എൻ്റെ ആങ്ങളയ്ക്ക് വരാൻ പറ്റി, എൻ്റെ ഉമ്മാക്ക് വരാൻ പറ്റി, എൻ്റെ ഇക്കാക്ക് വരാൻ പറ്റി, എൻ്റെ ചേട്ടനും വരാൻ പറ്റി. ഇത് വാപ്പാണ് കേട്ടോ, എന്നോട് പറയാണ് വീഡിയോ ഒന്നും എടുക്കരുത് കേട്ടോ അല്ല എൻ്റെ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല ഞാൻ വീഡിയോ എടുക്കും. അപ്പം നോക്കിയപ്പോൾ ദാണ്ടെ കെട്ടിയോളെയും ചെറുമക്കളെയും വിളിച്ച് സംസാരിച്ചുകൊണ്ട് ഇന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് പിന്നെ ഞാൻ കൊണ്ടുവന്ന് സമൂസയൊക്കെ പാത്രത്തിനകത്തോട്ട് എടുത്ത് വെച്ച്, പിന്നെ ഞാൻ വാപ്പാടെ അപ്പം ഉണ്ടാക്കി വെച്ച കഞ്ഞി നോക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ പള്ളിയിലൊക്കെ കിട്ടുന്ന നോമ്പ് കഞ്ഞിയാണ്. അപ്പം ഇവിടെ നല്ലതുപോലെ ഉണ്ടാക്കും കേട്ടോ. പിന്നെ സർബത്തും ഉഴുന്നുവടയും വാഴയ്ക്കാപ്പവും ഫ്രൂട്ട്സും. അപ്പോൾ ഇതിനിടയ്ക്ക് കൂടി ഞാൻ വന്ന് ഫ്രിഡ്ജൊക്കെ ഒന്ന് തപ്പി പറക്കുകയാണ്. കാരണം എപ്പോൾ വന്നാലും ഫ്രിഡ്ജ് തുറക്കും. എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടുണ്ടെങ്കിൽ ഞാനത് അപ്പോഴേ കവറിൽ കെട്ടി കൊണ്ടുപോകാൻ നോക്കും. ഇന്ന് പക്ഷെ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ബാങ്കൊക്കെ വിളിക്കുന്നതിനകത്ത് പുറത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേന് വാപ്പ കഞ്ഞിയിൽ കടുതാളിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാങ്ക് വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ വാപ്പ പറഞ്ഞു എല്ലാവർക്കും സംസം വെള്ളം പാത്രത്തിലോട്ട് ഒഴിച്ച് വയ്ക്കാൻ പറഞ്ഞു കേട്ടോ, ഓരോ ക്ലാസ്സിനകത്തായിട്ട്. ഇവിടെ ഫോൺ വയ്ക്കാനോ അങ്ങനെ ഒന്നിനും സ്ഥലമൊന്നും ഇല്ലല്ലോ, കുഞ്ഞു റൂമാണ്. ഞങ്ങളുടെയൊക്കെ കൊട്ടാരമാണ് ഞങ്ങളുടെ റൂമെന്ന് വെച്ചൊക്കെയാണ്. പക്ഷേ ഈ റൂം വെറും കുഞ്ഞതാണ്, ഒരു ഹൗസ് ഡ്രൈവറിൻ്റെ റൂമെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഞാനിവിടെ ആദ്യം വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് വാപ്പയുടെ റൂമിൽ വന്നപ്പോൾ ഞാൻ തന്നെ പറയാണ്, ഇത്രയും വർഷം എൻ്റെ വാപ്പ ഈ ഒരു റൂമിലായിരുന്നല്ലോ താമസിച്ചിരുന്നത്. കാരണം ഒട്ടും സ്ഥലമില്ല, വെറും തീരെ കുഞ്ഞതാണ്. ആ ഒരു ബെഡ് കിടക്കുന്നതും ആ ഒരു നിൽക്കാൻ പറ്റുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ ബ്രദറുമായിട്ട് വന്നു. അവനിങ്ങനെ വെള്ളം സംസം വെള്ളമാണ് കേട്ടോ നോമ്പ് ഇറക്കാൻ നേരം കൊടുക്കുന്നത്. അങ്ങനെ വെള്ളമൊക്കെ നിറച്ചിട്ട് അപ്പോഴത്തേനും ബാങ്ക് വിളിക്കുന്ന സമയമായി വരുന്നു. ഓരോന്നായിട്ട് ഐറ്റംസൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ കുറച്ച് ഈത്തപ്പഴവും കൂടെ അവൻ പറയണത് നീ ഇത് മൊത്തത്തിലൊന്നും എടുത്ത് വെക്കണ്ട, ഒരു 3-4-5 ഈത്തപ്പഴം എടുത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ ഈത്തപ്പഴം എടുത്ത് വെച്ച് വെള്ളം എല്ലാം കൂടെ അവൻ സെറ്റാക്കി വയ്ക്കുക. അവൻ പിന്നെ എല്ലാ ദിവസവും വരും കേട്ടോ. അപ്പം ഞാനിങ്ങനെ നോക്കിയിരുന്ന് ഈ വെള്ളിയാഴ്ച ഒന്ന് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാനും വരാം. അപ്പോൾ എനിക്കുള്ളതെല്ലാം കണ്ട ഒരു ചെറിയ പാത്രത്തിനകത്താക്കിയിട്ട് ഞാൻ കിച്ചണിൽ നിന്നാണ് കഴിക്കുന്നത്. കാരണം അവിടെ വേറെ ഒരാൾക്ക് ഇരുന്ന് കഴിക്കാൻ വേറൊരു സ്ഥലം ഇല്ല. ആകെ ബെഡിട്ടിരിക്കുന്ന സ്ഥലമേ ഉള്ളൂ. അവിടെ വാപ്പായും വാപ്പയുടെ ഏറ്റവും ഉറ്റ സുഹൃത്തുമായിട്ടുള്ള കാക്കയും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വാപ്പയുടെ TV-യിൽ ഒരു മ്യൂസിക് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു അറബിൻ്റെ. അപ്പോൾ അത് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് ആ സൗണ്ട് കൊടുക്കാനായിരുന്നു എനിക്ക് ഇഷ്ടം. പക്ഷെ എന്ത് ചെയ്യാനാ, അത് കോപ്പിറൈറ്റ് കിട്ടുമെന്ന് വെച്ചിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. മാഷാ അല്ലാഹ് എൻ്റെ വാപ്പാടെ അവിടെ ഇരുന്ന് എനിക്ക് ഈ വർഷത്തെ നോമ്പ് തുറക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇത്രയും പേരുടെ കൂടെ ഇരുന്ന് നോമ്പ് തുറക്കാൻ സാധിച്ചതിലും. ഇതിനകത്ത് വാപ്പാടെ കൂട്ടുകാരുണ്ട്, അവൻ്റെ ഫ്രണ്ട്സുണ്ട്. അപ്പം ഇവരെല്ലാ ദിവസവും നോമ്പ് പൊറിക്കുന്ന കേട്ടോ. അങ്ങനെ അവരൊക്കെ നിസ്കരിക്കാനായിട്ട് പോയി. പിന്നെ ഞാൻ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന് അങ്ങനെ പണിയൊന്നും എടുക്കൂല, അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ജോലിയൊന്നും ഇവിടെ കാണൂല. വാപ്പ എപ്പോഴും ഒതുക്കി പറയ്ക്കൊക്കെ വാപ്പയെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വാപ്പ ചെയ്ത് വെക്കാറാണുള്ളത്. പിന്നെ അവൻ എല്ലാ ദിവസവും വന്ന് ഓരോന്നും ചെയ്ത് കൊടുക്കും. പിന്നെ കുറേ വർഷമായിട്ടുള്ള റൂമല്ലേ, അപ്പം അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ ഞാൻ പെട്ടെന്ന് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി
എടുക്കുകയാണ്. അവർ ഇപ്പോൾ വരും, കാരണം ഇനി കഞ്ഞി കുടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ കഞ്ഞി ഒന്ന് തുറന്ന് നോക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഞാൻ പിന്നെ അവിടെ ഒന്ന് വൃത്തിയാക്കി നേരെ കിച്ചണിലോട്ട് പോവുകയാണ്. കിച്ചണൊന്നും പറയാനില്ല, അത് ഈ കാണുന്ന ഒരു ഇച്ചിരിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന കുറച്ച് ഗ്ലാസും നോമ്പ് തുറക്കാൻ നേരത്ത് ഉപയോഗിച്ച കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ച അവർ വരുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് കഴുകി വെച്ചേക്കാം. അപ്പോൾ പിന്നെ കഞ്ഞി കുടിക്കാൻ നേരം എളുപ്പമാവുമല്ലോ, അതിനു വേണ്ടി പാത്രമൊന്നും കഴുകേണ്ടി കാണത്തില്ല. അങ്ങനെ പിന്നെ പെട്ടെന്ന് അത് കഴുകുകയാണ്. പിന്നെന്താണ്, ഒരുപാട് സന്തോഷമുള്ള ദിവസം കേട്ടോ എനിക്ക്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ കമൻ്റൊക്കെ ഇടണം കേട്ടോ. കുറേ ദിവസമായി ഞാൻ വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഇന്നിങ്ങനെയൊന്നും വരുന്നത് കൊണ്ടൊന്നും ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ച് എടുത്തതാണ്. അങ്ങനെ കിച്ചൺ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും വേണ്ട ഇക്കായും വാപ്പായും ബ്രദറും ഒക്കെ വന്നിട്ടുണ്ട് റൂമിൽ. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഞ്ഞി വിളമ്പി കൊടുക്കലാണ്. പിന്നെ വാപ്പ അതെല്ലാവർക്കും കുറച്ച് അവിടെ പുറത്ത് ആളുകൾ ഇരിപ്പുണ്ട്. അപ്പോൾ അവർക്കെല്ലാം കഞ്ഞി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതെൻ്റെ വാപ്പ 30 നോമ്പിനും ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. വാപ്പയുടെ ഏറ്റവും ഫേവറേറ്റാണ്. എല്ലാ ദിവസവും 10 പേർക്ക് നോമ്പ് മുറിപ്പിക്കുക, നോമ്പ് തുറക്കുക. അത് ഇവിടെ വാപ്പ പ്രവാസി ആയതിന് ശേഷം വാപ്പയെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം എല്ലാ വർഷവും വാപ്പ ചെയ്യുന്നതാണ്. അപ്പം അതിലിന്ന് പങ്കെടുക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെയാണ്. ഇങ്ങനെ ഞാനൊക്കെ ഇച്ചിരി കഞ്ഞി കുടിച്ചോളൂ കേട്ടോ, എനിക്കൊന്നും കഞ്ഞി കുടിക്കാനും പറ്റുന്നില്ല. അപ്പോൾ തലേ ദിവസം വെച്ച ഇടിയപ്പവും മട്ടൻ കറിയും കാണിച്ചത് അവന്. അങ്ങനെ വാപ്പ അടുത്ത് ടാറ്റ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ 3 പേരും അവിടെ നിന്ന്. നോമ്പുറപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ വേണം കണ്ടിട്ട് പറയാൻ. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറയൊക്കെ അവിടെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് നെസ്റ്റോയിലോട്ടാണ് കേട്ടോ. അവനോട് പറഞ്ഞു ഞങ്ങളെ നെസ്റ്റോയിലോട്ടൊന്ന് ആക്കി തരാൻ പറഞ്ഞു. അപ്പോൾ അവൻ നേരെ കൊണ്ടുപോയി ഞങ്ങളെ നെസ്റ്റോയിലാക്കി തന്നു. വേറെ ഒന്നുമല്ല, കുറച്ച് സാധനം മേടിക്കണമെന്ന് റൂമിലേക്ക്. പിന്നെ നെസ്റ്റോയിൽ നിന്ന് എന്തോ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ച് സാധനമൊക്കെ മേടിച്ച് നേരെ നമ്മൾ ടാക്സി കാത്ത് നിന്ന് ടാക്സി വിളിച്ച് നമ്മൾ നേരെ നമ്മുടെ റൂമിലോട്ട് വന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.